ഒരു കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായി ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇപ്പോൾ 2004 UPA ആണ് അധികാരത്തിലിരുന്നത്. അവരെ പുറത്തു നിന്നാണ് ഇടതുപക്ഷം പിന്തുണച്ചത്. അന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്? UPA ലെഫ്റ്റ് കോർഡിനേഷൻ സമിതി, ഏകോപന സമിതി എന്നുള്ളത്. അതായത് UPAയുടെ പ്രതിനിധികളും അതുപോലെ ലെഫ്റ്റിൻ്റെ പ്രതിനിധികളും കൂടി ഒരുമിച്ചിരുന്ന് ചില പരിപാടികൾ തയ്യാറാക്കുകയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ യോജിച്ച് നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും UPA എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായി ഒരു കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നിട്ടില്ല. കോൺഗ്രസുമായി അങ്ങനെ ഒരു മുന്നണി ബന്ധം CPM ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെയുള്ളത് 1996 1996 ഐക്യമുന്നണി സർക്കാരിൽ CPI മന്ത്രിമാരുണ്ടായിരുന്നു. CPI മന്ത്രിമാരെന്ന് പറഞ്ഞാൽ CPIയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഇന്ദ്രജിത് ഗുപ്തയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി, ചതുരാനൻ മിശ്രയാണ് അന്ന് കൃഷിമന്ത്രി. അവിടെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അന്ന് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഭരിച്ച ഐക്യമുന്നണി സർക്കാരിൽ ഭാഗമായിരുന്നു. അന്ന് കോൺഗ്രസ് പുറത്താണ്, പക്ഷേ അത് സോഷ്യലിസ്റ്റുകൾ നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ്. അവിടെയും CPM പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. CPM അതിൽ പങ്കാളികളായിട്ടില്ല. അപ്പം ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന കോൺഗ്രസുമായി ഒരു മുന്നണിക്കുള്ളിൽ പ്രവർത്തിച്ച ഒരു സംഭവമേ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷം നിലപാടെടുക്കുക. ആ മുന്നണിയുടെ ഭാഗമായി ഇനിയിപ്പം നമ്മൾ 2024 BJP പുറത്താവുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സെനാരിയോയിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇടതുപക്ഷ ആളുകൾ കയറിയിട്ട് ആ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. കോൺഗ്രസ് ആണ് അതിൻ്റെ ലീഡർഷിപ്പ് ഉള്ളതെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു മന്ത്രിസഭയാണ് ഉണ്ടാവുക. അതിനകത്ത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഉണ്ടാവില്ല. കാരണം കോൺഗ്രസും അത് പറഞ്ഞു തീർക്കണം, കോൺഗ്രസും CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാത്ത രണ്ട് രാഷ്ട്രീയ ധാരകളാണ്. ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അവർക്ക്. ഇപ്പം കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളെ CPM പിന്തുണയ്ക്കാൻ പറ്റുമോ? CPMൻ്റെ നയങ്ങളെ കോൺഗ്രസിന് പിന്തുണയ്ക്കാൻ പറ്റുമോ? അവർ മുഖാമുഖം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ്. എന്നാൽ ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് വിഭാഗീയതയുടെ രാഷ്ട്രീയം, അത് ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയം, അത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയം, അത് എല്ലാത്തരം മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന രാഷ്ട്രീയം, അത് ഭൂരിപക്ഷം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും CPM ഒക്കെ ഒന്നിച്ചു വരുന്നത്. ആ ഒന്നിച്ചു വരവിന് നമ്മൾ ചെറുതായി കാണേണ്ട, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യയിൽ ആ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു വരുന്നൊരു സാഹചര്യം ഇതിനു മുമ്പ് 2019 കാണാത്തൊരു വലിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയല്ലേ ഏറ്റവും വലിയ പാർട്ടി, അവിടുത്തെ BJP കഴിഞ്ഞാൽ. അതേപോലെ തന്നെ BSP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ പാർട്ടിയല്ലേ ശിവസേന, അതിൻ്റെ പകുതി അങ്ങോട്ട് പിളർത്തിക്കൊണ്ട് പോയെങ്കിലും ശിവസേന ആരുടെ സഖ്യകക്ഷിയായിരുന്നു? BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. ആ സഖ്യകക്ഷിയാണ് ഇപ്പോൾ കളം മാറിയിട്ട് പ്രതിപക്ഷത്തെത്തിയിരിക്കുന്നത്. RJD ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്, അവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇന്ത്യ ബ്ലോക്കിലേക്ക് നിൽക്കുന്നത്. ഇവിടെ പോയിട്ട് പഞ്ചാബിൽ പോയിട്ട് എന്താ സ്ഥിതി? ശിരോമണി അകാലിദളിനെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയാണ് SIDയുടെ അവസ്ഥ. അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയും ഈ പറയുന്ന കോൺഗ്രസുമാണ്. ഇതുപോലെ തൃണമൂൽ കോൺഗ്രസ് അല്ലേ പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. BJP അവിടെ രണ്ടാം കക്ഷിയാണെന്ന് സമ്മതിക്കുമ്പോഴും ആ പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ ബ്ലോക്കിൻ്റെ കൂടെയാണ്. തമിഴ്നാട്ടിലെ DMK ഏറ്റവും വലിയ പാർട്ടി, ആ പാർട്ടി നിൽക്കുന്ന ഇന്ത്യ ബ്ലോക്കിൻ്റെ കൂടെയാണ്. AIDMK NDA മുന്നണി വിട്ടു. ഈ അവസ്ഥയാണ്. ബിജു ജനതാളുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചല്ലോ, എന്താ പറ്റിയത്? ബിജു ജനതാൾ തയ്യാറായില്ല. കാരണം BJPയുമായി ഏതൊക്കെ പാർട്ടികൾ സഖ്യം ചെയ്തിട്ടുണ്ടോ ആ പാർട്ടികളൊക്കെ കാലാന്തരത്തിൽ ഇല്ലായ്മയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ശിവസേനയുടെ കാര്യത്തിൽ കണ്ടു, അത് നമ്മൾ BJDയുടെ കാര്യത്തിൽ അവരെ തകർക്കാൻ നോക്കിയപ്പോൾ അവർ ഇട്ടിട്ട് പോയി. ശിരോമണി അകാലിദളിൻ്റെ കാര്യത്തിൽ കണ്ടു, TRSൻ്റെ കാര്യത്തിൽ കണ്ടു. ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളുമായും എപ്പോഴൊക്കെ BJP ബന്ധമുണ്ടാക്കിയിട്ടുണ്ടോ കാലാന്തരത്തിൽ അവരേക്ക് ഇല്ലായ്മ ചെയ്തിട്ടുള്ള ഉത്തമ ബോധ്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി അവർ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭരണഘടനാ മൂല്യങ്ങൾ കാറ്റിൽ പറത്തപ്പെടുമെന്നും പ്രതിപക്ഷം ഒന്നടങ്കം തുറുങ്കിലടക്കപ്പെടുമെന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും CPM ഒന്നിച്ചു നിൽക്കുന്നത്. അല്ലാതെ അവരൊരു ആദർശപരവും ആശയപരവുമായ ഐക്യമുണ്ടാക്കി ഒന്നിച്ച് ചേർന്നിരിക്കുകയല്ല. ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമെന്ന്.